നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 669th day. Today 59th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 369 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 59ാമത്തെ ശ്ലോകം. ഓം തത്സത്. ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രം പുരീഷയോ ജരാശോകവിഭാകാർത്ഥം രോഗം മന്ദിരമാധുരം. ഓം തത്സത്. ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോ ജരാശോകവിഭാകാർത്ഥം രോഗം മന്ദിരമാധുരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യത്തിലെ ആ ഭാഗവത മഹാത്മ്യം പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറയുകയായിരുന്നു. ഈ ശരീരത്തിനെ മാത്രമായിട്ടുള്ള ഉപയോഗപ്പെടുത്തുന്നത്, മറ്റേ ആത്മീയമായിട്ട് ആ ഭാഗവത കഥ കേൾക്കുകയോ ഒന്നും ചെയ്യാതെ ശരീരത്തോടുകൂടി ശരീരത്തിനെ മാത്രം ശ്രദ്ധിക്കുന്നത് എത്ര മോശമാണ് എന്ന് പറഞ്ഞിട്ട് ആ ശരീരത്തിൻ്റെ വർണ്ണിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ അസ്ഥി കൊണ്ടും ഞരമ്പ് കൊണ്ടും ഒക്കെ ബന്ധിക്കപ്പെട്ട മാംസവും രക്തവും ആയിട്ടുള്ള ഈ ശരീരം ഇപ്പോൾ പറയുകയാണ് ദുർഗന്ധമായിട്ടുള്ള തോലുകൊണ്ട് പൊതിഞ്ഞ മൂത്രവും മലവും നിറഞ്ഞ ശോകം, ജരാശോക വിഭാകാർത്ഥം. ജര എന്ന് പറഞ്ഞാൽ വാർദ്ധക്യവും വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും മറ്റുള്ള എല്ലാത്തിൻ്റെയും മന്ദിരമായിട്ടുള്ള ഈ ശരീരം എന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ്. അടുത്ത ശ്ലോകത്തിലും ഈ ശരീരത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് വീണ്ടും വർണ്ണിക്കുകയാണ്. ശരീരത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് നാം സർവ്വകർമ്മങ്ങളും ചെയ്യുന്നത്. ആത്മീയമായ അല്ലെങ്കിൽ ആത്മാവിനെ അറിയാനുള്ള ഒരു കർമ്മവും നാം സാധാരണക്കാർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ശരീരം എത്രത്തോളം ഇതായിട്ടുള്ളതാണ്, നിലനിൽക്കാത്തതാണ്, എത്രത്തോളം മലിനമാണ് ഈ ശരീരം എന്ന് വിവരിക്കുകയാണ് കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായിട്ട്. ഈ അടുത്ത ശ്ലോകത്തിലും ശരീരത്തിൻ്റെ ആ വ്യർത്ഥത അല്ലെങ്കിൽ എത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ശരീരം. ശരീരത്തെ മാത്രം ശ്രദ്ധിക്കുന്നത് എത്രത്തോളം മനുഷ്യന് അധപതനം ഉണ്ടാക്കും എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങൾ വർണ്ണിക്കുന്നത്. അതായത് ചർമാവനദ്ധം, ചർമ്മം തോലുകൊണ്ട് പൊതിഞ്ഞത്, തോലിനാൽ മൂടപ്പെട്ട മലമൂത്രങ്ങളുടെ ഒരു പാത്രം, അതിൽ ദുർഗന്ധത്തോടു കൂടിയിട്ടുള്ള ജരാബാധയുണ്ടാകുന്ന അതിക്ലേശത്തോടു കൂടിയ രോഗങ്ങളുടെ ഭവനം എന്നാണ് ഇതുവരെ. രോഗം മന്ദിരമാധുരം. ജരാശോക വിഭാകാർത്ഥം രോഗം മന്ദിരമാധുരം. ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്ര പുരീഷയോ. തോലുകൊണ്ട് മൂടിയ അത്രയ്ക്കും ഒരു വൃത്തികെട്ട പാത്രം എന്നുള്ള മാതിരിയാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോ ജരാശോക വിഭാകാർത്ഥം രോഗം മന്ദിരമാധുരം. അടുത്ത ശ്ലോകത്തിലും ശരീരത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.